കോപ്പ അമേരിക്ക അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തുന്നു. വിജയമൊക്കെ നേടിയെന്നുള്ളത് ശരി തന്നെ, പക്ഷേ അർജന്റീനയ്ക്ക് കിട്ടാൻ പോകുന്നത് വമ്പൻ തിരിച്ചടി. കോപ്പ അമേരിക്കയിൽ ചിലിക്കെതിരെ അർജന്റീന 1-0 വിജയിച്ചതിന് ശേഷം തനിക്ക് പറ്റിയ പരിക്കിനെ സംബന്ധിച്ച് വിവരങ്ങൾ നൽകുന്നു ലിയോണൽ മെസ്സി. ചിലിക്കെതിരായ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ചില ടാക്ലിങ്ങുകളിൽ മെസ്സിയിൽ ചില അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിരുന്നു. മെഡിക്കൽ സംഘം അദ്ദേഹത്തിന് കുറച്ച് ചികിത്സ നൽകിയതിൽ അദ്ദേഹം 90 മിനിറ്റ് കളി പൂർത്തിയാക്കി. എന്നിരുന്നാലും അദ്ദേഹത്തിന് പൂർണ്ണമായി സുഖമായി എന്ന് തോന്നിയില്ല. മാത്രമല്ല, ചിലിയുടെ ആക്രമണാത്മക ടാക്ലിങ്ങുകളെക്കുറിച്ച് റഫറിയോട് പരാതിപ്പെടുകയും ചെയ്തു. ഇനി മെസ്സിയുടെ പരിക്ക് സാരമാണോ എന്ന് നോക്കാം. മെസ്സി പറയുന്നു, പരിക്ക് എന്നെ അല്പം വിഷമിപ്പിക്കുന്നു, പക്ഷേ എനിക്ക് കളി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. കാര്യമായൊന്നും ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അസ്വസ്ഥത കാരണം എനിക്ക് സ്വതന്ത്രമായി നടക്കാൻ പ്രയാസമുണ്ട്. പരിക്ക് എങ്ങനെയുണ്ടെന്ന് നാളെ കാണാം. ചിലിക്കെതിരായ മത്സരത്തിന് മുമ്പും തനിക്ക് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നാണ് ലിയോണൽ മെസ്സി വെളിപ്പെടുത്തിയത്. അതുമാത്രമല്ല, ഞാനിവിടെ 2 ദിവസമായി പനിയും തൊണ്ടവേദനയും ബാധിച്ചിരിക്കുകയായിരുന്നു. ലിയോണൽ മെസ്സിയുടെ ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സാരമായ പരിക്കുകളും തൻ്റെ അസ്വസ്ഥതകളും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കോപ്പയിലെ അടുത്ത മത്സരത്തിൽ ലിയോണൽ മെസ്സി ഇറങ്ങാനും സാധ്യതയില്ല. അർജന്റീന അവരുടെ അവസാന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ശനിയാഴ്ച പെറുവിനെ നേരിടും. പെറുവിനെതിരായ മത്സരത്തിലാണ് ലിയോണൽ മെസ്സി കളിക്കില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. കാനഡയ്ക്കെതിരെയും ചിലിക്കെതിരെയും ജയിച്ചതോടുകൂടി അർജന്റീന നോക്കൌട്ട് സ്റ്റേജിന്റെ അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. പെറുവിനെതിരായ അവരുടെ അവസാന ഗ്രൂപ്പ് ഏറ്റുമുട്ടൽ അത്ര പ്രധാനമില്ലാത്തതാണ്. കോച്ച് ലയണൽ സ്കലോണി ചില പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകാൻ അവസരമൊരുക്കും. അതിൽ ലയണൽ മെസ്സിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. കോപ്പയുടെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തും.